ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇനി അല്ലെങ്കിലും സുഖമാണെന്ന് പറയുക. ആ ഒരു എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചത്തിലേക്ക് പൊക്കോട്ടെ. പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ വീഡിയോ കാണുന്നു, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റുവാനായിട്ട് തയ്യാറാവുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എത്ര വേഗം നടക്കട്ടെ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എപ്പോഴും ഒരു സഹായിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാം കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് പോസിറ്റീവായ ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നിരന്തരം അഫർമേഷൻസ്, മോട്ടിവേഷൻ സ്പീച്ച്, ബുക്സ് റീഡിംഗ്, ഡെയിലി മെഡിറ്റേഷൻ, വീക്ക്ലി 2 തരം ക്ലാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, ഫ്രീ ആണ്. ഓക്കെ, ലിങ്ക് താഴെ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു നിമിഷം ശാന്തമായിരിക്കൂ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ കാര്യം വീണ്ടും വീണ്ടും സംഭവിക്കുന്നുണ്ടോ? ഒരേ ടൈപ്പ് ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, ഒരേ രീതിയിലുള്ള സംഭവങ്ങൾ, പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. നിങ്ങൾ മാറാൻ ശ്രമിച്ചാലും വീണ്ടും അതേ സ്ഥലത്ത് എത്തുന്നു. എന്തുകൊണ്ടാണത്? ഇത് കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൂചനയാണോ? നമ്മൾ പലപ്പോഴും കരുതുന്നത് പ്രപഞ്ചം നമ്മോട് സംസാരിക്കുന്നില്ല എന്നാണ്, ജീവിതം റാൻഡമായി നടക്കുന്നു എന്നാണ്. പക്ഷേ സത്യം അതല്ല. പ്രപഞ്ചം നമ്മോട് സംസാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും, ഓരോ നിമിഷവും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല എന്നതാണ്. കാരണം നമ്മൾ ബിസിയാണ്, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, നമ്മൾ ഓവർ തിങ്കിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന സിഗ്നൽസ് കാണുവാൻ കഴിയുന്നില്ല. പ്രപഞ്ചം വാക്കുകളോട് സംസാരിക്കാറില്ല, അതിന്റെ ഭാഷ വേറെയാണ്. അത് ചിലപ്പോൾ സംഭവങ്ങളുടെ അല്ലെങ്കിൽ അനുഭവങ്ങളുടെ, അതുമല്ലെങ്കിൽ വികാരങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം. നമ്മളൊരു തീരുമാനമെടുക്കാൻ പോകുമ്പോൾ അകത്തൊരു ശബ്ദം വരും, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ശരിയായ വഴിയല്ല. അതൊരു റാൻഡമായ തോട്ടല്ല, അതൊരു സിഗ്നലാണ്. നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ എനിക്കിത് ചെയ്യരുതെന്ന് തോന്നുന്നു, പക്ഷേ നിങ്ങൾ ആ കാര്യം ഇഗ്നോർ ചെയ്തു. അതിനുശേഷം പ്രശ്നം വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതിനകം തന്നെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതാണ് പ്രപഞ്ചത്തിന്റെ സൂചന. നമുക്ക് സൂചനകൾ നോക്കാം. ആദ്യത്തെ സൂചന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഒരേപോലെയുള്ള റിലേഷൻഷിപ്പിലേക്ക് തന്നെ പോകുന്നു, ഒരേപോലെയുള്ള പെയിനിലേക്ക് തന്നെ വീണ്ടും പോകുന്നു, ഒരേപോലെയുള്ള തെറ്റുകൾ തന്നെ സംഭവിക്കുന്നു. ഇതൊരു ആക്സിഡന്റ് അല്ല, ഇതൊരു ലൈഫ് ലെസൺ ആണ്. നിങ്ങൾ പഠിക്കാത്ത പാഠം വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പ്രപഞ്ചം ഒരു ടീച്ചറിനെ പോലെയാണ്. നിങ്ങളുടെ ലെസൺ ലേൺ ചെയ്യുന്നത് വരെ അത് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഓരോ സയൻസ് തരും. അത് ഒന്നാമത്തത് ബഹുമാനക്കുറവ്, 2 സംരക്ഷണത്തിന്റെ കുറവ്, 3 അത് ഡിസ്റെസ്പെക്ട്, ലാക്ക് ഓഫ് കെയർ, കൺഫ്യൂഷൻസ്, ഇതൊക്കെയായിരിക്കും. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഇഗ്നോർ ചെയ്യും, കാരണം നിങ്ങൾ അറ്റാച്ച് ആണ്. പിന്നീട് പെയിൻ വലുതാകും, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകും, നിങ്ങൾ ഹേർട്ടാകും. പിന്നീട് വീണ്ടും സെയിം ടൈപ്പ് പേഴ്സൺ വരും, വീണ്ടും സെയിം സ്റ്റോറി തന്നെ ആവർത്തിക്കും. ഇതൊരു പണിഷ്മെന്റ് അല്ല, ഇത് കറക്ഷനാണ്. നമ്മളൊരു വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നു. പ്രപഞ്ചം നമ്മെ ഒരു ഡയറക്ഷനിൽ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നു. നമ്മൾ കംഫർട്ട് സോണിൽ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഗ്രോത്ത് ഉണ്ടാവുന്നത് കംഫർട്ട് സോണിലല്ല, അതിൽ നിന്നും പുറത്തു പോകുമ്പോഴാണ്. നിങ്ങൾ ശരിയായ പാതയിലാണെങ്കിൽ ജീവിതം സ്മൂത്ത് ആകും, കാര്യങ്ങൾ നാച്ചുറലി ഫ്ലോ ചെയ്യും. ശരിയായ വ്യക്തികൾ, അവസരങ്ങൾ, സംഭവങ്ങൾ എല്ലാം ഇതിലേക്ക് വരും. പക്ഷേ തെറ്റായ പാതയിലാണെങ്കിൽ എല്ലാം തെറ്റായി തന്നെ പോകും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഡിലേ വരും, ബ്ലോക്കുകൾ വരും, ഇതെല്ലാം സംഭവിക്കും. പലരും ജീവിതം ബ്ലൈൻഡ്ലി ജീവിക്കുന്നു. അവർ ഒബ്സർവ് ചെയ്യുന്നില്ല, അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അവർ സിംപ്ലി റിയാക്ട് ചെയ്യുന്നു. പക്ഷേ അവെയർ ആയ ആളുകൾ ഡിഫറെൻ്റ് ആണ്. അവർ ഒബ്സർവ് ചെയ്യുന്നു, പാറ്റേൺ കാണുന്നു, അവർ പഠിക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് റിപ്പീറ്റ് ആകുന്നതെന്ന് കണ്ടെത്തുക. എന്താണ് അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചതെന്ന് കണ്ടെത്തുക. എന്താണ് നിങ്ങൾ ഇഗ്നോർ ചെയ്തതെന്ന് കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ ലൈഫ് മാറ്റുവാനായിട്ട് സഹായിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സിഗ്നൽസ് ഇഗ്നോർ ചെയ്താൽ ലൈഫ് ലൗഡർ ആകും. ആദ്യം ചെറിയ പ്രോബ്ലം ഉണ്ടാകും, പിന്നീട് വലിയ പ്രോബ്ലമായി മാറും, അവസാനം മേജർ ബ്രേക്ക് ഡൗൺ ആയി മാറും. പ്രപഞ്ചം നിങ്ങളെ ഹർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല, അത് നിങ്ങളെ ഗ്രോ ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. പെയിൻ പോലും ഒരു മെസ്സേജാണ്, ഫെയിലിയർ പോലും ഒരു ഡയറക്ഷനാണ്, ലോസ് പോലും ഒരു ലെസണാണ്. ഓർക്കുക, ലൈഫ് ഈസ് നോട്ട് ഹാപ്പനിങ് ടു യു, ലൈഫ് ഈസ് ഹാപ്പനിങ് ഫോർ യു. നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം വളരെയേറെ മനോഹരമായിട്ട് മാറുന്നതാണ്. നിങ്ങൾ ജീവിക്കേണ്ടത് കോൺഷ്യസ് ആയി ജീവിക്കുക. ഓട്ടോമാറ്റിക് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സിഗ്നൽസ് കേൾക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായത്
നിശബ്ദതയാണ്. സൈലൻ്റ് ആവുക, കാം മൈൻഡ് ആവുക, നോയ്സ് കുറയ്ക്കുക. നിങ്ങൾ ശരിയായ പാതയാണെങ്കിൽ നിങ്ങൾക്ക് പീസ് ഉണ്ടാകും, ധൈര്യമുണ്ടാകും. ഇന്നു മുതൽ തീരുമാനിക്കുക, ഞാൻ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യില്ല. ഞാൻ ഒബ്സർവ് ചെയ്യും, ഞാൻ ലേൺ ചെയ്യും. ജീവിതത്തിൽ ഒന്നും റാൻഡം അല്ല, എല്ലാം ഒരു റീസൺ കൊണ്ടാണ് ഉണ്ടാകുന്നത്, എല്ലാം ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഓൾ, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.